കുന്നംകുളത്ത് 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ കെട്ടിടം തകർന്നു മരിച്ചത് 5 പേർ. വലിയൊരു ദുരന്തം ഒഴിവാക്കേണ്ടുന്നതിന് പകരം പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടർന്ന് കുന്നംകുളം നഗരസഭ. 300 വർഷത്തോളം പഴക്കമുള്ള നഗരം എന്ന ഖ്യാതിയുള്ള പട്ടണമാണ് കുന്നംകുളം. ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിൽ പലതും അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ളവയാണ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലുള്ളവയിൽ ഉണ്ടെന്നതാണ് വസ്തുത. 45 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കുന്നംകുളത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടവും അപകട ഭീഷണി നിലനിർത്തുന്നത് തന്നെയാണ്. 40 വർഷത്തിന് മേലെയുള്ള കെട്ടിടങ്ങൾ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പലതവണ ആവശ്യം ഉയർന്നു വന്നിരുന്നെങ്കിലും വ്യാപാരികളുടെ സമ്മർദ്ദം മൂലം ഇതൊന്നും നടപ്പിലാക്കാൻ നഗരസഭയ്ക്കായില്ല. കാലപ്പഴക്കം കൊണ്ട് അപകട ഭീഷണിയിലുള്ള ഒരു കെട്ടിടം കഴിഞ്ഞ വർഷമാണ് ന്യൂസ് ഫാക്ട് വാർത്തയെ തുടർന്ന് നഗരസഭ പൊളിച്ചുമാറ്റിയത്. അന്ന് തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇനിയും പൊളിക്കാൻ ബാക്കിയുണ്ടെന്നും ന്യൂസ് ഫാക്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തകർന്നു വീണ കെട്ടിടത്തിന് സമീപം സർക്കാർ പുറമ്പോക്കിൽ പാതി തകർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് പൊളിച്ചു മാറ്റണമെന്ന് നിരവധി തവണ നഗരസഭാ കൗൺസിലിൽ വരെ ചർച്ചയുണ്ടായിട്ടും നഗരസഭ പൊളിച്ചു മാറ്റിയിട്ടില്ല. MLA വരെ ഇത് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യമുയർത്തിയിരുന്നു. എന്നാൽ നഗരസഭ മൗനം പാലിച്ച് ഇരിക്കുകയാണ് ചെയ്തത്. പട്ടാമ്പി ഗുരുവായൂർ റോഡിലും വടക്കാഞ്ചേരി റോഡിലും നിരവധി കെട്ടിടങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. കുന്നംകുളത്തെ പഴയ മാർക്കറ്റിന് മുൻവശത്തുള്ള കവാടമടങ്ങിയ കെട്ടിടവും അപകട ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ്. നഗരസഭ ഇതുവരെയും ഇവിടെയൊന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പുതിയതായി ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. നഗരസഭയുടെ ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ വരെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വർഷം പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള പുറമ്പോക്ക് ഭൂമിയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാനെത്തിയ നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗത്തിലെ ജീവനക്കാർ പറഞ്ഞത് ചീട്ടുകൊട്ടാരം പോലെയാണ് ഈ കെട്ടിടം പൊളിക്കാൻ സാധിച്ചത് എന്നാണ്. അടുക്കിവെച്ച കല്ലുകൾ മാത്രമാണ് ഈ കെട്ടിടത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരും കെട്ടിടം പൊളിക്കാനെത്തിയ തൊഴിലാളികളും പറഞ്ഞത്. ഇരുനില കെട്ടിടം പൊളിച്ചു മാറ്റാൻ 1 മണിക്കൂർ പോലും സമയമെടുക്കാതിരുന്നത് കെട്ടിടത്തിന്റെ ഉറപ്പില്ലായ്മ തെളിയിക്കുന്നത് തന്നെയായിരുന്നു. അങ്ങനെ നിരവധി കെട്ടിടങ്ങളാണ് വെട്ടുകല്ലിൽ ചുണ്ണാമ്പിൽ ഉറപ്പിച്ച നിലയിൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് കുന്നംകുളം നഗരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ന്യൂസ് ഫാക്ട്, കുന്നംകുളം.